അങ്ങനെ എല്ലാവരും പല സംസാരങ്ങൾ നടക്കുന്നുണ്ട്, ഗ്രൂപ്പ് കോർഡിനേഷൻ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ചില ആളുകളുടെ ശത്രുത മറന്നിട്ടുണ്ട്, ചില ആളുകളുടെ ശത്രുത ഇപ്പോഴും മറന്നിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്നൊരു സർപ്രൈസായിട്ട് ബിഗ് ബോസ് എല്ലാവരെയും വിളിക്കുന്നു, പറയുന്നു ഇതിലൊരാൾ മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തേക്ക് പോകുന്നു. എല്ലാവർക്കും പെട്ടെന്നൊരു സർപ്രൈസായിരുന്നു. കാര്യം ഇന്നലെ ആണ് തോന്നുന്നു ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾ ആണ് ഫൈനൽ 7 എന്ന്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഈ 7 പേരും, കാരണം ഇത് 7ൻ്റെ പണിയാണല്ലോ, അപ്പോൾ 7 പേര് ഫിനാലയിലേക്ക് പോകും എന്ന് വിചാരിച്ചു. അവിടെ വെച്ചിട്ടായിരിക്കും ഓരോ ആളുകൾ പുറത്താവുന്നതെന്ന് വിചാരിച്ചു. പക്ഷേ അതിനെല്ലാം മാറ്റം വരുത്തി. അതായത് പല കാര്യങ്ങളിലും ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ, അതേ ബിഗ് ബോസിന് കൺഫ്യൂഷനാണോ, അതേ നമുക്ക് കൺഫ്യൂഷനാണോ എന്നുള്ള രീതിയിൽ അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. അതിലൊന്ന് നേരത്തെ ടിക്കറ്റ് ഫിനാലെ, അതിൽ എല്ലാവരും ഭംഗിയായിട്ട് കളിച്ചു. എല്ലാവരും വിചാരിച്ചിരുന്നത് ടോപ്പ് 5ലേക്ക് ഡയറക്റ്റ് സെലക്ഷൻ എന്നായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വീക്കെൻഡ് എപ്പിസോഡിലാണ് ലാലേട്ടൻ വന്ന് പറയുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ടോപ്പ് 5ലേക്കല്ല, ഫിനാലെ വീക്കിലേക്കാണ് നിങ്ങൾക്ക് സെലക്ഷൻ. അതിന് മുമ്പുള്ളൊരു വീക്കിലെ എവിക്ഷനിൽ നിങ്ങൾ രക്ഷപ്പെടും. പക്ഷേ ചില സമയങ്ങളിൽ അത് ക്രൂഷ്യലായിരിക്കും. പക്ഷേ ഈ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു നൂറ ഒരു കാരണവശാലും എവിക്റ്റ് ആവില്ലായിരുന്നു. അപ്പോൾ നൂറ തന്നെ ചോദിക്കുന്നുണ്ട്, ഈ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് കളിച്ചതെന്ന്. അത് ശരിയാണ്. കാര്യം അത്രയും എൻഡ്യൂറൻസ് ടാസ്കും എല്ലാവരും കഷ്ടപ്പെട്ട് കളിച്ച് ജയിക്കുമ്പോൾ ഈ ഒരു വീക്ക് എന്താ പറയുക വാക്ക് ഓവർ ചെയ്യാനായിരുന്നോ? അപ്പോൾ അങ്ങനെയുള്ള കുറേ കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ലാലേട്ടൻ തിരുത്തി. അപ്പോൾ ഇപ്പോൾ എന്തായാലും മിഡ് വീക്ക് എവിക്ഷനാണ് നടക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളിലേക്ക് വരാം. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാകും. കാരണം അത്രയും അധികം കണ്ടസ്റ്റൻ്റ് അവിടെ നിൽക്കുന്നു, അവരുടെ ഇടയിൽ നിന്ന് ഒരാൾ ഔട്ടായി നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ പോകുന്നതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അയാളെ മാത്രം പുറത്തേക്ക് വിടുകയാണോ എന്നും അറിയില്ല. അപ്പോൾ എന്തായിരിക്കും ആ പോകുന്ന ആൾക്ക് എന്തായാലും ഭയങ്കര വിഷമമായിരിക്കും. ഈ ലാസ്റ്റ് മൊമെൻ്റ് വരെ എത്തിയിട്ട് ടോപ്പ് 5-7 ആണെന്ന് പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് പിന്നെ പോവുക, പെട്ടെന്നൊരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അവിടെ ഒരു ബോംബ് പോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ഒരു വയറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആളുകൾ വന്നിട്ട് ആ വയറ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ വയറ് കട്ട് ചെയ്യുമ്പോൾ ആരുടെ ബോംബിൽ നിന്നാണോ റെഡ് ചുവന്ന പുക ഉയരുന്നത് ആ വ്യക്തിയാണ് ഔട്ടാവുന്നത്. അപ്പം അതിൽ നമ്മളെ കാണിക്കുന്നുണ്ട്, അനീഷ് കട്ട് ചെയ്യുന്നുണ്ട്, അനുമോള് കട്ട് ചെയ്യുന്നുണ്ട്, അവരുടെ കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അക്ബർ നിൽക്കുന്നത്, ഷാനവാസ് നിൽക്കുന്നത്, നെവിൻ, ആദില, നൂറ ഇവരൊക്കെ നിൽക്കുമ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അനീഷും അനുമോളെല്ലാം സേവ്ഡാന്ന് തോന്നുന്നു. അവർ കട്ട് ചെയ്യുന്നവരൊക്കെ കാണിക്കുന്നുണ്ട്. ലാസ്റ്റ് ചിലപ്പോൾ 2 പേരോട് ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറയുമായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാവരോടും ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറയുമായിരിക്കാം. അത് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് എപ്പിസോഡ് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും വളരെ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു മൊമെൻറ്റിൽ കൂടിയാണ് മത്സരാർത്ഥികളും അതുപോലെ തന്നെ എവിക്റ്റായി പോയിട്ടുള്ള രണ്ടാമത്തെ കയറി വന്ന ആളുകളും അവിടെ നിൽക്കുന്നത്. ആരാണോ ഇന്ന് ഔട്ടാകാൻ പോകുന്നതെന്ന് വല്ലാത്ത ടെൻഷനുണ്ട്. കാര്യം ഇവർ വരുന്നതിന് മുമ്പ് ആദില, നൂറ നല്ല ഒരു സപ്പോർട്ട് പുറത്തുണ്ടായിരുന്നു. നെവിനും അക്ബറിനായിരുന്നു എന്ന് തോന്നുന്നു ലാസ്റ്റ്. അത് അവർ ഏറ്റവും ലാസ്റ്റാണ് നിന്നിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നെവിൻ്റെ പ്രവൃത്തികളും മറ്റും കാരണം. അതിനുശേഷം ഇവർ എവിക്റ്റായി പോയിട്ടുള്ള ആളുകൾ വന്ന് അവരുടെ മാനിപ്പുലേഷനിൽ നിന്ന് ആദില, നൂറ എന്ന് പറഞ്ഞാൽ ആദിലയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നൂറയ്ക്ക് ആ നെഗറ്റിവിറ്റി വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആദിലയ്ക്ക് എന്തായാലും നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞു. ആദില വളരെ മോശമായിട്ടുള്ള പ്രവൃത്തികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവർ വന്നു കയറിയതിന് ശേഷം ഇവർ പറഞ്ഞത് വിശ്വസിച്ച് ഒരുമിച്ച് നടന്നപ്പോൾ പറഞ്ഞ പല രഹസ്യങ്ങളും, ഒരുമിച്ച് നടക്കുമ്പോൾ അത്രയും ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി നമ്മൾ സംസാരിക്കും, പല കാര്യങ്ങളും പറയും, പല രഹസ്യങ്ങളും തമാശയ്ക്കൊക്കെ പറയും. അതെല്ലാം ഇവരുടെ മുന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുന്ന വ്യക്തിത്വമായി മാറി ആദില. പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾ ആദിലയെ അങ്ങനെ വലിച്ച് കീറാനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആദില പോവുമോ അതോ ഇപ്പോഴും നെവിനും അക്ബറൊക്കെയാണ് നിൽക്കുന്നതെന്നും നമുക്കറിയില്ല. എന്തായാലും അനീഷും അനുമോളും ഷാനവാസും പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം ആരാണെന്ന് ഔട്ടാവുന്നതെന്ന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രിപ്ഷൻ തരും. താങ്ക് യു.